ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇസ്രയേൽ, തുർക്കിയിൽ നിന്ന് തിരികെ അഭയാർത്ഥി പ്രവാഹം. ഡമാസ്കസ്, വിമതസഖ്യം ഭരണം പിടിച്ചെടുത്ത സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇസ്രയേൽ. ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ എന്നിവ തമ്പടിച്ചിരുന്ന 3 സൈനിക താവളങ്ങൾക്കു നേരെയാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതെന്ന് സിറിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബഷാർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം സിറിയയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ്. വടക്കുകിഴക്കൻ സിറിയയിലെ കാമിഷ്ലി വിമാനത്താവളം, ഹോംസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷിൻഷാർ താവളം, തലസ്ഥാനമായ ഡമാസ്കസിന് തെക്കുപടിഞ്ഞാറുള്ള അക്രബ വിമാനത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. ഡമാസ്കസിലെ ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അതേസമയം വിമതസഖ്യം പിടിച്ചെടുത്ത സിറിയയിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹം. അസദ് കുടുംബാധിപത്യകാലത്തും 13 വർഷം നീണ്ട വിമത പോരാട്ടകാലത്തും സിറിയയിൽ നിന്ന് പലായനം ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഇടം നൽകിയത് തുർക്കിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ രാജ്യമായി ഇതോടെ തുർക്കി മാറി. പുതിയ സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനായി തുർക്കി സിറിയൻ അതിർത്തിയിലെത്തി കാത്തുനിൽക്കുകയാണ് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ. അഭയാർത്ഥികൾ തിങ്ങിനിറഞ്ഞതോടെ സാമ്പത്തിക, സാമൂഹിക പ്രതിസന്ധിയിലായ തുർക്കി അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി മടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അതേസമയം വിമതസഖ്യത്തിന്റെ തുടർനടപടികൾ ഭയന്ന് സിറിയ വിടുന്നവരുമുണ്ട്. നിരുപാധികം മാപ്പ്, കോടതി നടപടികൾ റദ്ദാക്കണം, കലക്ടറുടെ റിപ്പോർട്ടിനെതിരെ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം. കൊച്ചി തൃപ്പൂണിത്തുറ ശ്രീപൂർണ ത്രൈശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോട് അനുബന്ധിച്ചുള്ള ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിൽ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം. ആന എഴുന്നള്ളിപ്പിൽ സാധ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ ശ്രമിച്ചുവെന്ന് ദേവസ്വം ഓഫീസർ രഘുരാമൻ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഡിസംബർ 2-ന് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ മൂലമുണ്ടായ പിഴവിന് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നും തനിക്കെതിരെയുള്ള കോടതി നടപടികൾ റദ്ദാക്കണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ജസ്റ്റിസുമാരായ A.K. ജയങ്കരൻ നമ്പ്യാർ, P. ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് ദേവസ്വം ഓഫീസറോട് നിർദ്ദേശിച്ചിരുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന റിപ്പോർട്ട് പരിഗണിച്ച കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇന്ന് ദേവസ്വം ഓഫീസർ സത്യവാങ്മൂലം നൽകിയത്. ഉത്സവം ആരംഭിച്ച നവംബർ 29 മുതൽ ഡിസംബർ 1-ാം തീയതി വരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചിരുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ ഡിസംബർ 4-ന് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിച്ചില്ല. വൈകിട്ട് 7:30 മുതൽ 12:30 വരെയുള്ള 5.5 മണിക്കൂർ ആനയെ ഒറ്റയടിക്ക് എഴുന്നള്ളിച്ചു. തീവെട്ടിയുമായി പാലിക്കേണ്ട അകലം പാലിച്ചില്ല. ആളുകളും ആനകളുമായുള്ള ദൂരം പാലിച്ചില്ല. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും താൻ അത് അനുസരിച്ചില്ല തുടങ്ങി ജില്ലാതല സമിതിയുടെ ചെയർമാനായ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് വാസ്തവവിരുദ്ധമാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള തന്റെ നിർദ്ദേശത്തോട് തുടക്കം മുതൽ ഭക്തർ പ്രതിഷേധിച്ചിരുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിർദ്ദേശത്തോട് ഭക്തർ സഹകരിച്ചില്ല. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കാൻ താൻ ശ്രമിക്കുകയാണെന്ന് ഭക്തരും പ്രദേശവാസികളും ആരോപിച്ചുവെന്ന് ദേവസ്വം ഓഫീസർ പറയുന്നു. തൃക്കേട്ട് ദിനമായിരുന്ന ഡിസംബർ 2-ന് കനത്ത മഴയത്തും വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കാണിക്കേടൽ ചടങ്ങിനു വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാണിക്കേടൽ കഴിഞ്ഞാണ് സാധാരണ മേളം നടക്കാറ്. എന്നാൽ ഇത്തവണ കോടതി ഉത്തരവ് പാലിക്കേണ്ടതിനാൽ 9:30-നാണ് മേളം ആരംഭിച്ചത്. ഈ സമയത്തും കാണിക്കേടൽ തുടർന്നിരുന്നു. ആറാട്ടിന് സാധാരണ 15 ആനകളെ എഴുന്നള്ളിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ 5 ആനകളെ മാത്രമേ എഴുന്നള്ളിച്ചുള്ളൂ. 4-ാം ദിവസമായ ഡിസംബർ 2-നു വലിയ മഴയത്തും കാണിക്കേടാൻ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതോടെ കാര്യങ്ങൾ നിയന്ത്രണത്തിനു പുറത്താവുകയായിരുന്നു. കാണിക്കേടാൻ വന്ന ഭക്തർ പെട്ടെന്ന് ചിതറിയതോടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിരുന്ന ആനകളെ അപകടങ്ങൾ ഒഴിവാക്കാനായി പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ആനകളെ എഴുന്നള്ളിക്കാത്തതിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായതായും കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സാധ്യമായ എല്ലാ വിധത്തിലും പാലിക്കാൻ ശ്രമിച്ചെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. എങ്കിലും ഡിസംബർ 2-നുണ്ടായ പാകപിഴയ്ക്ക് നിരുപാധികം മാപ്പ് പറയുന്നുവെന്നും ദേവസ്വം ഓഫീസർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഷാർ ബർഹൂം വെളിച്ചം കണ്ടു. മരണവിധിയുടെ തലേന്നാൾ. ഡമാസ്കസ് ഭൂഗർഭ തടവറയിൽ എഴുത്തുകാരൻ ബഷാർ ബർഹൂം ഞായറാഴ്ച ഉണർന്നത് ആയുസ്സിന്റെ അവസാന ദിനത്തിലേക്കായിരുന്നു. 7 മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ വധശിക്ഷ നടപ്പാക്കപ്പെടുന്നതിനു മുൻപുള്ള അവസാന പകൽ. വധശിക്ഷയ്ക്ക് തന്നെ കൊണ്ടുപോകാൻ വരുന്ന ജയിൽ ജീവനക്കാരുടെ കാലടികൾ അടുത്തുവരുന്നു. മരണത്തിന്റെ കാലടിയൊച്ച. തടവറയ്ക്ക് മുന്നിലെത്തിയ അവർ താഴെ തുറന്നു. ബർഹൂമിനോട് പറഞ്ഞു, "നിങ്ങൾ സ്വതന്ത്രനാണ്, പോയിക്കോളൂ." അവിശ്വസനീയതയോടെ ബർഹൂം 63 നിലവിളിച്ചു. തടവറയുടെ ഇരുളിൽ നിന്ന് പുറത്തെ വെളിച്ചത്തിലേക്ക് ഓടിയിറങ്ങി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, "ഞാൻ ജയിലിലായതിനുശേഷം ആദ്യമായി സൂര്യപ്രകാശം കാണുന്നു. ജീവിതം നീട്ടിക്കിട്ടിയിരിക്കുന്നു." അതിനിടെ അയാൾ പോക്കറ്റിൽ വെറുതെ പരതുന്നുണ്ടായിരുന്നു. ജയിലിലാകുമ്പോൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിനു വേണ്ടി ഭാര്യയെയും മക്കളെയും വിളിക്കാനൊരു വഴിതേടി. കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിനു പേരെയാണ് ഭരണം പിടിച്ചെടുത്ത വിമതസൈന്യം തുറന്നുവിട്ടത്.
ഇതിൽ അസദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെയുണ്ട്. കാശാപ്പുശാല എന്നറിയപ്പെട്ട സെയ്താനിയ പട്ടാള ജയിലിൽ നിന്നു വനിതാ തടവുകാർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടിയിറങ്ങുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചു. 3 വർഷം നീണ്ട ആഭ്യന്തര പോരാട്ടത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് വിമതസൈന്യം ഡമാസ്കസ് കീഴടക്കിയത്. സിറിയയിൽ ഇടക്കാല ഭരണ സംവിധാനം മുഹമ്മദ് അൽ ബഷീർ നയിക്കും വിമതർ ഭരണം പിടിച്ചെടുത്ത സിറിയയിൽ താൽക്കാലിക ഭരണ സംവിധാനത്തിന് തീരുമാനമായതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. വിമതർ മുൻപ് കൈവശം വച്ചിരുന്ന ഇഡ്ലിബ് മേഖലയിലെ ഭരണം നിയന്ത്രിച്ചിരുന്ന സിറിയൻ സാൽവേഷൻ ഗവൺമെന്റിന്റെ SSG തലവൻ മുഹമ്മദ് അൽ ബഷീർ നയിക്കും. PM ശ്രീ ധാരണാപത്രം ഒപ്പിടാതെ കേരളം 855 കോടി നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം ദേശീയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ തുടരുന്ന തർക്കം മൂലം നഷ്ടമാകുന്നതു വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട കോടികളുടെ കേന്ദ്ര ഫണ്ട്. സമഗ്ര ശിക്ഷാ സ്കീം SSS പ്രകാരം 2024 മുതൽ 25 വരെ കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് 855.90 കോടി രൂപയാണ്. എന്നാൽ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാൻ കേരളം വിസമ്മതിക്കുന്നത് മൂലം ഫണ്ട് നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കി. ഫണ്ട് ലഭിക്കണമെങ്കിൽ PM ശ്രീ പദ്ധതി അംഗീകരിച്ച് ധാരണാപത്രം MOU ഒപ്പുവെക്കണം. കേരളം ധാരണാപത്രം ഒപ്പുവെക്കാത്തതിനാല് ഫണ്ട് നൽകാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഫെഡറലിസത്തിന്റെ തത്വങ്ങള് പാലിക്കാതെ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. PM ശ്രീ സ്കൂൾ അംഗീകരിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKക്ക് പണം നൽകില്ല എന്ന കേന്ദ്ര നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെ മാതൃകാ വിദ്യാലയങ്ങളായി ഇന്ത്യയിലെ 14,500 PM ശ്രീ സ്കൂളുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനായി 5 വർഷത്തേക്ക് 27,360 കോടി രൂപ ചെലവ് വരും. ഇതിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണം. 2027 ശേഷം കേന്ദ്ര സഹായം ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. PM ശ്രീ എന്നത് ഒരു പ്രത്യേക പദ്ധതിയായാണ് കേന്ദ്രം വിഭാവനം ചെയ്തത്. ഈ പദ്ധതിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സമഗ്ര ശിക്ഷ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ ഉപകരണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും മന്ത്രി പറയുന്നു. ദേശീയ അടിസ്ഥാനത്തിലെ യുഡൈസ് ഡാറ്റ പ്രകാരം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 35% കുട്ടികൾ പൊതുധാരിയിൽ നിന്നും പുറത്താകുന്നു. ഇത് ഏതാണ്ട് 10.5 കോടിയോളം കുട്ടികൾ വരും. 12ാം ക്ലാസ്സിൽ എത്തിച്ചേരാത്ത കുട്ടികളുടെ എണ്ണം 56%-നടുത്താണ്, ഏതാണ്ട് 17 കോടിയോളം വരും. എന്നാൽ അതേ രേഖ വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് 1ാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും 12ാം ക്ലാസ് വരെ എത്തുന്നു എന്നതാണ്. എല്ലാവരെയും ചേർത്തുപിടിക്കുകയും പഠനത്തുടർച്ചയ്ക്കായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പുറകോട്ടു പോകണമെന്ന് ദേശീയ നയം വ്യക്തമാക്കുമ്പോൾ അത് ചെയ്യില്ല എന്നും കുട്ടികളെ അരിച്ചു പുറത്തു കളയുകയല്ല നയമെന്നും കേരളം നിലപാടെടുക്കുന്നുവെന്നും മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതിൽ നിന്നും പുറകോട്ടു പോകാൻ കേരളത്തിന് കഴിയില്ല. ഏറ്റവും അപകടകരമായ നിലയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നുകയറുകയാണ് കേന്ദ്ര നയത്തിലൂടെ ചെയ്യുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് PM ശ്രീ സ്കൂൾ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി സംസ്ഥാനത്ത് വാഹനങ്ങൾ എവിടെയും രജിസ്റ്റർ ചെയ്യാം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ്. തിരുവനന്തപുരം സംസ്ഥാനത്ത് സ്ഥിരം മേൽവിലാസമുള്ള സ്ഥലത്ത് മാത്രമേ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകൂ എന്ന ചട്ടത്തിൽ മാറ്റം വരുത്തി. ഇതോടെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും മേൽവിലാസമുണ്ടെങ്കിൽ ഏത് RTO ഓഫീസിന് കീഴിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ്. മുൻപ് സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന RTO പരിധിയിൽ മാത്രമേ വാഹനം രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഇതോടെ അധികാരപരിധി ചൂണ്ടിക്കാട്ടി RTOമാർക്ക് ഇനി വാഹന രജിസ്ട്രേഷൻ നിരാകരിക്കാനാകില്ല. ഉടമ താമസിക്കുന്നതോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്ന സ്ഥലത്തെ ഏത് RTO പരിധിയിൽ വാഹന രജിസ്ട്രേഷൻ നടത്താമെന്ന് ആഴ്ചകൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഉടമ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വാഹന രജിസ്ട്രേഷൻ നടത്തണമെന്ന ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിലപാടിനെതിരെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. മോട്ടോർ വാഹന ഭേദഗതി ചട്ടത്തിന് വിരുദ്ധമാണ് RTOയുടെ നടപടിയെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. തിരുവനന്തപുരം പള്ളിച്ചലിൽ നിന്ന് വാങ്ങിയ വാഹനം ആറ്റിങ്ങലിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന അപേക്ഷ RTO തള്ളിയിരുന്നു. ഉടമ ആറ്റിങ്ങലിൽ താമസിക്കുന്ന ആളോ ബിസിനസ് നടത്തുന്ന ആളോ അല്ലെന്നും കഴക്കൂട്ടം സ്വദേശിയായതിനാൽ രജിസ്ട്രേഷൻ അവിടെയാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞാണ് അപേക്ഷ നിരസിച്ചത്. ഇത് തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ആറ്റിങ്ങലിൽ തന്നെ രജിസ്ട്രേഷൻ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അപകട ഇൻഷുറൻസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും കുടുംബശ്രീ സിഡിഎസും സംയുക്തമായി സംഘടിപ്പിച്ച തപാൽ വകുപ്പിന്റെ അപകട ഇൻഷുറൻസ് ക്യാമ്പ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജമോൾ KR അധ്യക്ഷയായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബോബി ഷിബു, സീന ബിജു, ബാബു മൂട്ടോളി, അക്കൗണ്ടന്റ് ശുഭ രാജീവ് നന്ദി പറഞ്ഞു. AITS അംഗങ്ങളും പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു.
ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ടീം ലീഡ് ശ്രീമതി സുഹാന കുടുംബശ്രീ IBC മാരായ ഷിജി പി കൂടരഞ്ഞി, ശ്രീമതി റെജീന സുനിൽ കോട്ടൂർ നേതൃത്വം നൽകി. ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ കൂടുതൽ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ADS, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയ കശുമാവ് കൃഷി കർഷക പരിശീലനം സംഘടിപ്പിച്ചു. കോടഞ്ചേരി കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി KSACC നടപ്പിലാക്കി വരുന്ന കശുമാവ് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശാസ്ത്രീയ കശുമാവ് കൃഷി കർഷക പരിശീലന പരിപാടി 2024 ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ പകൽ 10 മണിക്ക് കോടഞ്ചേരി മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. കർഷക പരിശീലന പരിപാടി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെയും ലഭ്യമായ കൃഷിയിടങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെയും ശാസ്ത്രീയമായ പരിചരണം നൽകുന്നതിലൂടെയും മാത്രമേ കർഷകർക്ക് ന്യായമായ വരുമാനം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഉത്തരമേഖല കോർഡിനേറ്റർ ശ്രീ അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ PS ജോൺ റിട്ടയേർഡ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിസി ചാക്കോ, വാസുദേവൻ ഞാറ്റുകാലായിൽ, ഷാജു ITP തേന്മല, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സീനത്ത് K, ശ്രീ ഷൈബീഷ് O, ശ്രീ മുഹമ്മദ് ആഷിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പരിശീലന പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൂസൻ കേഴപ്ലാക്കൽ, റോസമ്മ കൈത്തുങ്കൽ, സിസിലി ജേക്കബ് കോട്ടുപള്ളി, റോസിലി മാത്യു, ലീലാമ്മ കണ്ടത്തിൽ, ഷാജു ITP തേന്മല, ചിന്നമ്മ മാത്യു വായിക്കാട്ട്, ബിന്ദു ജോർജ്, റീന സാബു എന്നിവർ നേതൃത്വം നൽകി. പരിശീലന പരിപാടിയിൽ 60 കശുമാവ് കർഷകർ പങ്കെടുത്തു. ഇൻവെസ്റ്റിച്ചർ സെറിമണി നടത്തി. കോടഞ്ചേരി മഞ്ഞുവേൽ വിമല UP സ്കൂളിൽ സ്കൗട്ട്, ഗൈഡ്, JRC എന്നിവയിൽ ഈ വർഷം അംഗങ്ങളായി ചേർന്നവരുടെ ഇൻവെസ്റ്റിച്ചർ സെറിമണി നടത്തി. താമരശ്ശേരി ജില്ലാ ഗൈഡ് കമ്മീഷണർ തേസ്യാമ്മ തോമസ് പുതുതായി ഗൈഡ്സിൽ അംഗങ്ങളായവർക്കും സ്കൗട്ട് ക്യാപ്റ്റൻ ഷബീർ KP സ്കൗട്ട് അംഗങ്ങൾക്കും JRC കേഡറ്റുകൾക്ക് കൗൺസിലർ C ജീന തോമസും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക അൻസി തോമസ്, PTA പ്രസിഡന്റ് ബിജു കാട്ടേക്കുടി, PTA വൈസ് പ്രസിഡന്റ് ജിനേഷ് കുര്യൻ, അധ്യാപക പ്രതിനിധി C അൽഫോൻസ അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകരായ ഷബീർ KP, ഡയസ് ജോസ്, അനുപമ ജോസഫ്, C ജീന തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഫിൻജാൽ വിതച്ച കനത്ത നാശത്തിനു പിന്നാലെ വീണ്ടും ന്യൂനമർദ്ദം, മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ചെന്നൈ, ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ച സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത. ഡിസംബർ 11 ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിൽ ശ്രീലങ്ക, തമിഴ്നാട് തീരത്തിനു സമീപം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് തമിഴ്നാട്ടിൽ വീണ്ടും ഒരു ശക്തമായ മഴയ്ക്ക് കാരണമായേക്കാം. ഡിസംബർ 11 മയിലാടുംതുറൈ, നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ, രാമനാഥപുരം ജില്ലകളിലാണ് കനത്ത മഴ മുന്നറിയിപ്പുള്ളത്. ഡിസംബർ 12 ചെങ്കൽപ്പേട്ട്, വില്ലുപുരം, കടലൂർ, പുതുച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വലിയ നാശം വിതച്ചിരുന്നു. പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തമിഴ്നാടിനു പുറമെ ആന്ധ്രാപ്രദേശ്, ദക്ഷിണ കർണാടക, കേരളം, മാഹി എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡിസംബർ 13 വരെയാണ് നിലവിലെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഡിസംബർ 12 പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം. ഡിസംബർ 11 ശ്രീലങ്ക തമിഴ്നാട് തീരത്തേക്ക് 5 ദിവസം മഴ പെയ്യും. മൊബൈൽ ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. കോടഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർവീസ് സെന്ററിലേക്ക് പ്രവൃത്തി പരിചയമുള്ള മൊബൈൽ ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9446023859. കൂടരഞ്ഞി തുരുത്തിപ്പള്ളി പരേതനായ ഐപ്പ് വർഗീസിന്റെ പാപ്പുണ്ണി ഭാര്യ അന്നമ്മ 79 അന്തരിച്ചു. പരേത റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. സംസ്കാരം ഇന്ന് 10 ചൊവ്വ രാവിലെ 10-ന് മരുമകൻ കൂടത്തായിലുള്ള പള്ളിത്താഴത്ത് ജോർജിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് കൂടത്തായി ലൂർദ് മാതാ പള്ളിയിൽ. മക്കൾ നൈസ് ആവില, മരുമക്കൾ ജോർജ് പള്ളിത്താഴത്ത് കൂടത്തായി, സൈബു കൂമ്പാറ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.